occupational therapist at Reform Child Development Center. As a part of Helen Keller's week, I'm going to introduce Safiya. She has a deaf and blind condition. So as we all know, Helen Keller, she is a famous person. So same condition what Helen Keller had, Safiya, but she doesn't have the complete deaf and blind condition. Safiya partial blindness and complete deaf one. So Safiya is a unique personality with all these challenges. So what she has is a tunnel vision. We have straightforward vision. With these challenges, she is able to do embroidery work, she does painting, cooking. Point Safiya's painting Scotland Helen Keller Art Gallery place only for communicating use a sign language and sign languages ISL and ASL sign languages both mix use see Safiya. So she said she's spelling her name. Ummu. U-M-M-U. Ummu naan parnathu. Now how are you? Good? She's good. നമ്മൾ ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇവിടെ ചെന്നിട്ട് ഹലോ സഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കില്ല. അപ്പോൾ അവരെ ഫസ്റ്റ് നമ്മൾ അലേർട്ട് ചെയ്യണം വിത്ത് എ ജനറൽ പാറ്റ്, ഹായ് ഹലോ. അപ്പോൾ അവർക്ക് ടച്ചിലൂടെ അവർക്ക് വല്ല അലേർട്ട്നെസ് വരുള്ളൂ. ആൻഡ് ആസ് ഷീ ഈസ് ഹാവിങ് ടണൽ വിഷൻ, ഈ സ്ട്രേറ്റ് ഫോർവേഡ് വിഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞാലും അവർക്ക് കറക്റ്റായിട്ടുള്ള വിഷൻ കിട്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇതെൻ്റെ മകളാണ്. മകളുടെ പേര് വന്നിട്ട് ഉമ്മു എന്നാണ്. അപ്പോൾ അവളുടെ പേര് സഫിയ എന്നാണ് പേര്, ശരിക്കുള്ള പേര് ഉമ്മു എന്നാണ്. ഇവൾക്ക് ഇപ്പോൾ വയസ്സ് 28 ആയിട്ടുണ്ട്. ജനിച്ചപ്പോൾ തന്നെ കേൾവി ഇല്ലായിരുന്നു, ഗ്രാജുവലി കാഴ്ച കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അർഷർ സിൻഡ്രോം എന്നാണ് ഇവരുടെ രോഗത്തിന് പറയുന്നത്. ജനിച്ചപ്പോൾ തന്നെ എനിക്ക് ഇവരോട് ടച്ച് ചെയ്തിട്ടാണ് ഞാനെല്ലാം സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് ടച്ച് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ആരെങ്കിലും അടുത്തുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ ടച്ച് ചെയ്തിട്ടാണ് വിളിക്കുന്നതും എടുക്കുന്നതുമെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സൈൻ ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു. പിന്നെ ഒത്തിരി പേര് ടീച്ചേഴ്സൊക്കെ വന്ന് പഠിപ്പിച്ച് സൈൻ ലാംഗ്വേജ്, ടാക്ടൈൽ സൈന്, പാം റൈറ്റിങ്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൾ ചുമ്മാതെയൊന്നും ഇരിക്കുന്നില്ല. 28 വയസ്സായി, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റ്, കമ്പ്യൂട്ടർ, ആർട്ട് വർക്കുകൾ, സ്റ്റിച്ചിങ്, ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. എനിക്ക് അവിടെ സെക്യൂരിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലായിടത്തും കൂടെ കൊണ്ടുപോവുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനൊരു ഇവിടെ എത്രത്തോളം ഇങ്ങനെ വിടാൻ പറ്റും, അവരുടെ ഒരു എന്താ പറയാൻ, ഒരു നമുക്കൊരു സമാധാനമില്ല. അവരെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാനുള്ള ഒരു ഇതില്ല. എന്നുവെച്ചാൽ അവർക്ക് കാഴ്ചയും കേൾവിയും പ്രശ്നമല്ല. അപ്പോൾ എത്രത്തോളം സമൂഹം അവരെ ചൂഷണം ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് കൂടെ കൊണ്ടുപോയി തന്നെയാണ് ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നിട്ട് ഞാൻ ഒരു മാരേജ് കഴിച്ചു. പക്ഷേ അത് ഈ നോർമൽ മാരേജ് ആയത് കാരണം അത് ഡിവേഴ്സ് ആയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറ്റുന്നില്ല.